പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഓഗസ്റ്റ് മാസം 29 വെള്ളിയാഴ്ച. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 19 അധ്യായം 17 വാക്യം. അവർ യേശുവിനെ കൈയേറ്റു. അവൻ താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൽഗോഥ എന്നു പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി. വാക്യത്തിൽ പ്രതിപാദിക്കുന്ന സ്ഥലം ഗോൽഗോഥയാണ്. ഇവിടെയാണ് യേശുവിനെ 2 കള്ളന്മാരോടൊപ്പം കുരിശിച്ചത്. ഗോൽഗോഥ എന്നതിന് തലയോട്ടികളുടെ സ്ഥലം എന്നാണ് അർത്ഥം. ഗോൽഗോഥ യെരുശലേമിന് പുറത്ത് സ്ഥിതി ചെയ്തിരുന്ന ഒരു സ്ഥലമായിരുന്നു. ഇവിടെയാണ് റോമാക്കാർ കുറ്റക്കാരെ ശിക്ഷിച്ചിരുന്നത്. കുറ്റവാളികളെ ശിക്ഷിച്ച് മരണത്തിലേക്ക് നയിച്ചതും ഇവിടെയായിരുന്നു. ഇങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് ദൈവപുത്രനായ യേശുവിനെ ഒരു കുറ്റവാളിയായി ചുമത്തി തന്നെ തൂക്കുവാനുള്ള കുരിശും ചുമപ്പിച്ച് നടത്തിയത്. യേശു തൻ്റെ ദൗത്യം പൂർത്തീകരിക്കുവാനുള്ള സമർപ്പണത്തോടെയും അനുസരണത്തോടെയും അവിടേക്ക് എത്തുന്നു. യേശുവിനെ അവിടെ ക്രൂശിച്ചു. അത് യേശുവിനെ മരണത്തിലേക്ക് നയിച്ചു. പാപമില്ലാത്തവൻ സ്വയം ബലിയായി പാപികളായ മനുഷ്യകുലത്തിന് രക്ഷയും നിത്യജീവനും സമ്മാനിക്കുന്നു. ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവകുഞ്ഞാടായി സ്വയം അർപ്പിക്കുന്നു. തൻ്റെ ജീവനെ മറുവിലയായി നൽകി സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇതിലൂടെ മനുഷ്യകുലത്തെ മോചിപ്പിക്കുന്നു. യേശുവിൻ്റെ കുരിശിലേക്ക് വിശ്വാസത്തോടെ നോക്കുന്നവർക്ക് രക്ഷ ലഭ്യമാവുകയാണ്. ഗോൽഗോഥ മരണത്തിൻ്റെയും വേദനയുടെയും സ്ഥലം ആയിരുന്നത് യേശു ക്രിസ്തുവിലൂടെ ജീവനും രക്ഷയും സമ്മാനിക്കുന്ന ഇടമായി തീർന്നു. യേശു സ്വയം സമർപ്പിച്ചതിലൂടെ മരണത്തിൽ നിന്ന് മോചനവും പുതുജീവനും എല്ലാവർക്കും ലഭ്യമായി. മരണത്തിൻ്റെ സ്ഥലം പ്രത്യാശയുടെയും പുതുജീവൻ്റെയും സ്ഥലമായി രൂപാന്തരപ്പെട്ടു. ആ മാറ്റം യാഥാർത്ഥ്യമായത് യേശുവിൻ്റെ ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സഹനത്തിൻ്റെയും അനന്തരമാണ്. ഗോൽഗോഥ നൽകുന്നതായ സന്ദേശം മരണത്തിൽ നിന്ന് യേശുവിൻ്റെ ത്യാഗത്താൽ വീണ്ടെടുപ്പും പുതുജീവനും ലഭിച്ചതിനെ നമ്മുടെ ജീവിതത്തിൽ അർത്ഥവത്താക്കണം എന്നതാണ്. ഗോൽഗോഥായിൽ ഉയർന്നിന്ന കുരിശ് മരണത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് സർവ്വമനുഷ്യർക്കും രക്ഷയുടെ അടയാളമായി പരിണമിച്ചതിനെ നാം സ്മരിക്കേണ്ടിയിരിക്കുന്നു. ഗോൽഗോഥായിലെ രക്ഷയുടെ കുരിശിനെ നമ്മുടെ ജീവിതത്തിലും ഉയർത്തി കാണിക്കുവാൻ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിനെ അനുകരിച്ച് ത്യാഗമനോഭാവത്തോടെ ജീവിതത്തിൽ നമുക്കുള്ള കുരിശിനെ വഹിച്ച് ക്രിസ്തുവിനോടൊത്ത് യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു. അതിലൂടെ മാത്രമേ നമ്മുടെ ക്രിസ്തീയ ജീവിതം അർത്ഥവത്താക്കുകയുള്ളൂ എന്നത് ഉൾക്കൊണ്ട് ജീവിതത്തെ നവീകരിക്കാം. യേശുവിലൂടെ ഗോൽഗോഥായിക്കൊണ്ടതായ മാറ്റം നമ്മെ ക്രിസ്തുവിലൂടെയുള്ള രക്ഷയ്ക്ക് കൃതജ്ഞത സമർപ്പിക്കുവാനും ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ജീവിതശൈലിയിലൂടെ നമ്മുടെ ജീവിതത്തിലും യേശുവിനെ ഉയർത്തി കാണിക്കാൻ ശ്രമിക്കാം. ഗോൽഗോഥായുടെ സന്ദേശമായ മരണത്തിൽ നിന്ന് ത്യാഗത്തിലൂടെ വീണ്ടെടുപ്പിൻ്റെയും പുതുജീവൻ്റെയും അനുഭവം നമുക്കും യാഥാർത്ഥ്യമാക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.